ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളും ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് പോവാണ്. നമ്മൾ പോകുന്നതിൻ്റെ വിഷമത്തിലാണ്. പുള്ളിക്കാരത്തി ഭയങ്കര കരച്ചിലൊക്കെയാണ്. കരച്ചിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കരയുന്നൊക്കെ കണ്ടാൽ തോന്നും പുള്ളിക്കാരി ഇനി ഒരു മാസം ഇവിടെ ഉണ്ട്, നമ്മൾ ഇന്നേ പോവാമെന്ന്. വൈകുന്നേരത്തെ ബസ്സിന് അവളും വീട്ടിൽ പോകും. പിന്നെ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മുടെ ജൂനിയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ലഗേജ് എടുത്തോണ്ട് നമ്മൾ നമ്മുടെ വാർഡൻ മാമിനെ കാണാൻ വന്നു. വാർഡൻ മാമിനോട് യാത്രയൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്തേനും നമ്മളുടെ ഗേൾസ് ഹോസ്റ്റലുണ്ടായിരുന്നു. ഞങ്ങളുടെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഞങ്ങൾ ചിലവഴിച്ച് ഫുൾ ഈ ഹോസ്റ്റലിലാണ്. അവിടെ നമ്മുടെ ജൂനിയേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. നമുക്ക് ടാറ്റയൊക്കെ തന്നു. പുള്ളിക്കാരിയുടെ കരച്ചിൽ ഒരു അന്ത്യമില്ല കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഊബറൊക്കെ കയറിയിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇത്ര ലഗേജ് നമ്മുടെ കേട്ടോ. ഇത് നമുക്കിനി ട്രെയിൻ വരുമ്പോൾ കയറ്റാനുള്ളതാണ്. നമ്മുടെ ട്രെയിൻ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന്. ആ ട്രെയിനിൽ വന്നിറങ്ങിയവരാണ് ഈ പോകുന്നത്. തിരക്കൊഴിയട്ടെന്ന് പറഞ്ഞ് കയറാമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ പയ്യെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ട്രെയിനിലോട്ട് കയറാൻ തുടങ്ങി. ഒരു മണിക്കൂറോളം ട്രെയിൻ അവിടെ നിർത്തി. പിന്നെ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് കണ്ട് ഇവരെ ആയിട്ട് കേട്ടോ. കുഞ്ഞാവയാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ബോറടിച്ചൊന്നുമില്ല. പിന്നെ ഒരാൾ വിചാരണതയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. എല്ലാവരും ഒരുമാതിരി ചത്ത അവസ്ഥയിലാണ്. ചിരിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാണ് പോകുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഇതുപോലെ കീച്ചനൊക്കെ ആയിട്ടൊരു ആൻറ്റി വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഉറങ്ങാനൊക്കെ സമയമായി. കിടന്നുറങ്ങി. രാവിലെ വെളുപ്പിനായപ്പോഴത്തേക്കിനും മലീന പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ശ്രീലക്ഷ്മി ഇറങ്ങി. അത് കഴിഞ്ഞ് തിരുവല്ല എത്തിയപ്പോൾ ഷാരോണും പോയി, നിസിയും പോയി, എല്ലാവരും പോയി. ഞാൻ ഒറ്റയ്ക്കായി ട്രെയിനിൽ. തൊട്ടടുത്ത സ്റ്റോപ്പ് എത്തിയപ്പം ഞാനും ഇറങ്ങി. പിന്നെ ബസ്സൊക്കെ കയറി ഞാനും വീട്ടിലെത്തി. അങ്ങനെ ബാംഗ്ലൂർ ലൈഫിന് വിടാം.